Hi dear students, my name is Jidin Joni. Today we are going to deal with a chapter in history, that is Nazism and Rise of Hitler. This chapter is divided into 5 sessions. The first one is the birth of Weimar Republic. Second one, Hitler rise to power. Third one, Nazi worldwide. And the fourth one, youth in Nazi Germany. Fifth one is common people and the crime against the humanity in Germany. Okay, this video we will going to deal with the first session, that is the birth of Weimar Republic. The Republic of Germany, which is start after the First World War, and it collapsed in the period of economic depression. In this session, we are going to thoroughly go through the facts that is related to the birth of Weimar Republic. Please be concentrated on the class for the better understanding. Don't be get distracted. Now we can go to our class. Birth of Weimar Republic. First World War, which has been started in 1940 and ends in 1980 with the victory of Allies power with the support of US. In this war, Central Powers were defeated and Germany also defeated. The defeat of Imperial Germany and abduction of Emperor gave an opportunity to recast German polity. National Assembly met at Weimar and established a democratic constitution with a federal structure. Deputies were elected on the basis of ad franchises to the German Parliament or Reichstag. Okay, ഈ പോയിന്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1914-18 കാലയളവിൽ നടന്ന ഫസ്റ്റ് വേൾഡ് വാറിൽ യുഎസിന്റെ സപ്പോർട്ടോടുകൂടി അലൈസ് പവർ ജയിക്കുകയും ജർമ്മനി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന സെൻട്രൽ പവർ പരാജയപ്പെടുകയും ചെയ്തു. ഈ പരാജയത്തോടുകൂടി ജർമ്മനിയുടെ ഭരണാധികാരി ജർമ്മനിയിൽ നിന്ന് ഒളിച്ചോടുകയുണ്ടായി. ഇത് ജർമ്മനിയിൽ വീണ്ടും ഡെമോക്രാറ്റിക് പാർട്ടിക്ക് തുടക്കം കുറിക്കുന്നതിനുള്ളൊരു നല്ല അവസരമായി കരുതി. ഈ സാഹചര്യത്തില് ജർമ്മനിയിലെ വീമറിൽ വെച്ച് നാഷണൽ അസംബ്ലി കൂടുകയും ജർമ്മനിയിൽ പുതിയൊരു ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരുവാൻ അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് തീരുമാനിക്കുകയും ചെയ്തു. ഇത്തരം പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കുന്നതിലൂടെ ജർമ്മൻ പാർലമെന്റിലേക്ക് പുതിയ ഡെപ്യൂട്ടീസിനെ അഡൾട്ട് ഫ്രാഞ്ചൈസിയുടെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ ബേസിസിൽ പുതിയ ഡെപ്യൂട്ടീസിനെ നിയമിക്കാൻ തീരുമാനമായി. ജർമ്മൻ പാർലമെന്റ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് റീച്ച്സ്റ്റാഗ് എന്നാണ്. However, the parliament didn't get the public support due to the forced acceptance of Germany's defeat in the First World War and Versailles Treaty. Due to this treaty, Germany lost its colonies, coalfields, mines, etc., which was taken by the Allies. Germany became demilitarized. The war guilt clause made Germany responsible for all the damages and forced to pay a compensation of 6 billion. Germans held that Weimar Republic is responsible for all this disgrace. Okay, ഈ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തില് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയിൽ വീമർ റിപ്പബ്ലിക് രൂപീകരിക്കപ്പെട്ടു എന്നിരുന്നാലും അതിന് ജനപിന്തുണ വളരെ കുറവായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനി പരാജയപ്പെടുകയും അതിന്റെ മൊത്തം ഉത്തരവാദിത്വം ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ മൊത്തം ഉത്തരവാദിത്വം ജർമ്മനിയുടെ തലയിൽ വരികയും ഇതിന്റെ ഭാഗമായി വേഴ്സാലിസ് ട്രീറ്റിയിൽ ജർമ്മനി നിർബന്ധിതമായി ഒപ്പുവെക്കാൻ കാരണമായതും വീമർ റിപ്പബ്ലിക് ആണ് എന്നൊരു ധാരണ ജനങ്ങൾക്കിടയിലുണ്ടായി. ഈ വേഴ്സാലിസ് ട്രീറ്റി എന്ന് പറയുന്നത്, ഈ ട്രീറ്റി പ്രകാരം യുദ്ധത്തിന്റെ മൊത്തം ബാധ്യത ജർമ്മനിയുടെ തലയിൽ വരികയും ജർമ്മനി അതിന്റെ കോളനികൾ വിജയിച്ച രാഷ്ട്രങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ടതായിട്ട്, അതായത് അലൈസിന് വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരികയും ചെയ്തു. കോളനിക്ക് പുറമെ കോൾ ഫീൽഡ്സ്,
മൈൻസ് തുടങ്ങിയവയും ഇത്തരത്തിൽ വിജയിച്ച അലൈസ് നേടിയെടുത്തു. ജർമ്മനിയെ നിരായുധവൽക്കരിച്ചു. വാർഗിൽ ക്ലോസ്, അതായത് ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ മൊത്തം ബാധ്യതയും ജർമ്മനിയുടെ തലയിൽ വരുന്ന രീതിയിലുള്ളതായിരുന്നു ഈ വാർഗിൽ ക്ലോസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് എല്ലാ ഉത്തരവാദിത്വവും ജർമ്മനിയുടെ മേൽ കെട്ടിയേൽപ്പിക്കപ്പെടുകയും അതിന്റെ കോമ്പൻസേഷൻ ആയിട്ട് ഏകദേശം $6 ബില്യണോളം ജർമ്മനിക്ക് ബാധ്യതയായി വരികയും ചെയ്തു. ജർമ്മൻസ് എല്ലാവരും പറയുന്നത് ഇത്തരത്തിൽ വേഴ്സാലിസ് ട്രീറ്റിയിൽ ജർമ്മനി ഒപ്പുവെക്കാൻ കാരണമായതും യുദ്ധത്തിന്റെ മൊത്തം ബാധ്യതയും തങ്ങളുടെ മേൽ എത്താനുള്ളതിനും കാരണമായത് ഇത്തരത്തിലുള്ള വീമർ റിപ്പബ്ലിക്കിന്റെ രൂപീകരണം ആയിരുന്നു എന്നാണ്. വീമർ റിപ്പബ്ലിക് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ ദിസ് ഡിസ്ഗ്രേസ്. വീമർ റിപ്പബ്ലിക്കാണ് ഈ ഉണ്ടായ എല്ലാ അപമാനത്തിനും കാരണം എന്നൊരു ചിന്ത ജർമ്മൻസിന്റെ ഇടയിൽ ഉണ്ടാവുകയും ചെയ്തു. ഓക്കെ, ഇനി വീമർ റിപ്പബ്ലിക്ക് തകരാൻ ഉണ്ടായ കാരണം എന്താണെന്ന് നോക്കാം. അത് നമ്മൾ മറ്റൊരു പാർട്ടായിട്ടാണ് നോക്കുന്നത്. ഇതിനകത്ത് മെയിൻ ആയിട്ട് നോക്കുന്നത് പൊളിറ്റിക്കൽ റാഡിക്കലിസം ആൻഡ് എക്കണോമിക് ഡിപ്രഷൻ. നമ്മൾ ആദ്യം വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ എക്കണോമിക് ഡിപ്രഷന്റെ ടൈമിലാണ് വീമർ റിപ്പബ്ലിക് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൊളാപ്സ് ആകുന്നത്. ഓക്കെ, നോക്കാം നമുക്ക്. ബർത്ത് ഓഫ് വീമർ റിപ്പബ്ലിക് ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് സ്പാർട്ടിസ്റ്റിക് ലീഗ്, വിച്ച് വാസ് ദ സോവിയറ്റ് ഓഫ് വർക്കേഴ്സ് ഡിമാൻഡഡ് സോവിയറ്റ് സ്റ്റൈൽ ഗവർണൻസ്. എന്തുവാ പറഞ്ഞിരിക്കുന്നത് ഈ പോയിന്റിൽ മെയിൻ ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജർമ്മനിയിൽ പുതിയൊരു റിപ്പബ്ലിക് രൂപീകരിക്കപ്പെട്ടതോടുകൂടി സ്പാർട്ടിസ്റ്റിക് ലീഗ് എന്ന് പറയുന്ന പുതിയൊരു ലീഗ് ജർമ്മനിയിൽ ഉടലെടുക്കാനായിട്ട് തുടങ്ങി. ഇത് റഷ്യയിലെ സോവിയറ്റ് യൂണിയന്റെ മാതൃകയിൽ വളർന്നു വന്നൊരു ഓർഗനൈസേഷൻ ആയിരുന്നു. വർക്കേഴ്സിന്റെ ഒരു സോവിയറ്റ് ആയിരുന്നു ഇത്. ഇവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് റഷ്യയിലെ പോലെ സോവിയറ്റ് സ്റ്റൈലിലുള്ള ഒരു ഗവർണൻസ് ആയിരുന്നു ഇവർ ഡിമാൻഡ് ചെയ്തിരുന്നത്. But it has been suppressed by the Socialist Democratic with the help of war veteran organization, that is Free Corps. എന്നാൽ ഇവരുടെ വളർച്ചയെ തടയുന്നതിന് വേണ്ടിയിട്ട് സോഷ്യലിസ്റ്റുകളും ഡെമോക്രാറ്റ്സും ഫ്രീ കോപ്പ് എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ സഹായത്തോടു കൂടി ഇവരെ സപ്രസ് ചെയ്യുക, അടിച്ചമർത്തുക ഉണ്ടായി. It leads to the formation of Communist Party and there arises the political radicalism. ഓക്കെ, ഇത്തരത്തിലൊരു അടിച്ചമർത്തല് ജർമ്മനിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിലേക്ക് നയിക്കുകയും ഇവ പൊളിറ്റിക്കൽ റാഡിക്കലൈസേഷനിലേക്ക് മാറുന്നതിന് കാരണമാവുകയും ചെയ്തു. ആൻഡ് ഇറ്റ് ഹൈറ്റൻഡ് ദ ഇക്കണോമിക് ക്രൈസിസ്. പൊളിറ്റിക്കൽ റാഡിക്കലൈസേഷൻ ഒരു വശത്ത് വലിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മറുവശത്ത് എക്കണോമിക് ക്രൈസിസ് വലിയ രീതിയിൽ ഉയർന്നു വരുന്നതിനും കാരണമായി. Germany had to pay the reparation in gold depleted reserves lead to scarce resources. Okay, ജർമ്മനിയുടെ മേൽ വേഴ്സാലിസ് ട്രീറ്റിയുടെ ഭാഗമായിട്ട് ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ബാധ്യത തിരിച്ചടയ്ക്കേണ്ട ഉത്തരവാദിത്തം ജർമ്മനിക്ക്, അത് ഗോൾഡിലായിരുന്നു തിരിച്ചടയ്ക്കേണ്ടിയിരുന്നത്. എന്നാൽ ഗോൾഡ് റിസർവുകളും പ്രധാനപ്പെട്ട മൈനുകളും എല്ലാം അലൈസ് പവർ കൈയടക്കി വെച്ചിരുന്നതിനാല് ജർമ്മനിയുടെ ഗോൾഡ് റിസർവ് സ്കെയർ ആവുകയും നശിക്കാൻ തുടങ്ങുകയും ഇവർക്ക് പിന്നീട് ഈ ബാധ്യത അടക്കാൻ കഴിയാതെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ടായി. ടു ഓവർകം ദിസ് ക്രൈസിസ് ജർമ്മനി പ്രിന്റഡ് മാർക്ക് കറൻസി ലാർജ്ലി ആൻഡ് therefore it leads to hyper inflation. ഓക്കെ, ഇത്തരം ഒരു സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ജർമ്മനിയിലെ അതോറിറ്റി എന്താണ് പ്രധാനമായിട്ടും ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജർമ്മൻ കറൻസി ആയിട്ടുള്ള മാർക്സ് അമിത തോതില് പ്രിന്റ് അടിച്ച് ഇറക്കുവാനായിട്ട് തുടങ്ങി. ഓക്കെ, ഇത്തരത്തില് അമിതമായിട്ട് കറൻസി പ്രിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എക്കണോമിയെ സാരമായിട്ട് ബാധിക്കും. അത് ഹൈപ്പർ ഇൻഫ്ലേഷനിലേക്ക് പോകുന്നതിന് കാരണമാകും. ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ അന്നത്തെ കണക്ക് പ്രകാരം പറയുന്നത് ആദ്യത്തെ ഒരു മാസത്തിനിടയില്
$1 ഏകദേശം 1 കോടി മാർക്ക് കറൻസി എന്നൊരു തോതിലേക്ക് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ $1 1 കോടി മാർക്ക് കറൻസി എന്ന രീതിയിൽ എക്സ്ചേഞ്ച് റേറ്റ് എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ടായി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഒരു ചിത്രം എന്ന് പറയുന്നത് ഒരു കഷ്ണം ബ്രെഡ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു വണ്ടി നിറയെ പണം കൊണ്ടു ചെല്ലേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ടു ഓവർകം ദിസ് ക്രൈസിസ് അമേരിക്ക ഇന്റർവെയിൻ ആൻഡ് ഇൻട്രൊഡ്യൂസ് ഡോസ് പ്ലാൻ. ഓക്കെ, ജർമ്മനി വല്ലാതെ കണ്ട് ബുദ്ധിമുട്ടുന്ന ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക ഈ പ്രശ്നത്തിൽ ഇടപെടുകയും അമേരിക്കയുടെ നേതൃത്വത്തിൽ ഡോസ് പ്ലാൻ നടപ്പിലാക്കുകയും ചെയ്തു. എന്നാൽ അപ്രതീക്ഷിതമായി അമേരിക്കക്ക് ഒരു തിരിച്ചടി ഉണ്ടാവുകയും അത് ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നതിന് കാരണമാവുകയും ചെയ്തു. In 1929, USA also had to face a Great Depression due to the crash of Wall Street Exchange. അതായത് യുഎസിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയ വാൾ സ്ട്രീറ്റ് എക്സ്ചേഞ്ച് 1929 പെട്ടെന്നൊരു ദിവസം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ വില കുറയുമോ എന്ന ഭയം കാരണം ഏകദേശം 13 മില്യൺ ഷെയർസ് ഒറ്റ ദിവസം വിറ്റഴിക്കപ്പെടുകയും ഇത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാവുകയും ചെയ്തു. Unemployment rate rised up to 6 million, which decreases the bargaining power of the employees. ഇത്തരത്തില് ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായപ്പോൾ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുകയും തൊഴിലില്ലായ്മ നിരക്ക് 6 മില്യൺ വരെ ആവുകയും ചെയ്തു. ഇത്തരത്തിൽ തൊഴിലില്ലായ്മ ഉണ്ടാകുമ്പോഴത്തേക്കും ബാർഗൈനിങ് പവർ, വർക്കേഴ്സിന്റെ ബാർഗൈനിങ് പവർ ഇല്ലാതാകുക. ബാർഗൈനിങ് പവർ എന്ന് പറയുന്നത് ജോലി ചെയ്തിട്ട് കൂലി ആവശ്യപ്പെടാനുള്ള ഒരു ബാർഗെയിൻ ചെയ്യാൻ, എംപ്ലോയർ ആയിട്ട് ബാർഗെയിൻ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുകയും ചെയ്തു. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലില്ല, ഉള്ള തൊഴില് ചെയ്യുക, കിട്ടുന്ന ശമ്പളം വാങ്ങുക എന്നൊരവസ്ഥയിലാക്കി. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ തൊഴിലവസരങ്ങൾ കിട്ടുന്നുള്ളൂ. അപ്പോൾ എംപ്ലോയർക്ക് കൊടുക്കുവാൻ കഴിയുന്ന ശമ്പളം സ്വീകരിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു. ഓക്കെ, അറ്റ് ദ സെയിം ടൈം ഇമ്പോസിഷൻ ഓഫ് ആർട്ടിക്കിൾ 48 which gave the power to the president to impose emergency. അതായത് ജർമ്മനിയിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള അധികാരം നൽകുന്ന, പ്രസിഡന്റിന് അധികാരം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 48 എന്ന് പറയുന്നത്. ഓക്കെ, ഈ അധികാരപ്രകാരം ജർമ്മനിയില് ഈ സാഹചര്യങ്ങളിൽ തുടർച്ചയായിട്ട് പ്രസിഡന്റ് അടിയന്തരാവസ്ഥ, എമർജൻസി പ്രഖ്യാപിക്കുകയുണ്ടായി. ഇത് ജനങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഇത് വീമർ റിപ്പബ്ലിക്കിനെ സാരമായി ബാധിക്കുകയും ചെയ്തു. Due to all these, democratic system collapsed in Germany. ഓക്കെ, മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാരണങ്ങൾ കൊണ്ടും ജർമ്മനിയില് പുതുതായി സ്റ്റാർട്ട് ചെയ്ത റിപ്പബ്ലിക്ക് വളരെ വേഗം തന്നെ ഇല്ലാണ്ടാവുന്നതിന്, അതായത് 1918 ഉടലെടുത്ത വീമർ റിപ്പബ്ലിക്ക് 10 വർഷത്തിന് ശേഷം 1929 കാലഘട്ടം ആയപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ കൊളാപ്സ് ആകുന്നതിന് കാരണമായി. ഓക്കെ, ഫസ്റ്റ് വാറിലാണ് വീമർ റിപ്പബ്ലിക് മീൻസ് ജർമ്മനിയിൽ റിപ്പബ്ലിക് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും അത് പിന്നീട് അമേരിക്ക വരെ തകർന്നു പോകുന്ന തരത്തിലുള്ള ഗ്രേറ്റ് എക്കണോമിക് ഡിപ്രഷന് ശേഷം നിരന്തരമായ അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും മൂലം ജനങ്ങൾ ബുദ്ധിമുട്ടിയതോടുകൂടി ഇത്തരത്തിൽ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന് ജർമ്മനിയിൽ തുടർന്ന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തുകയും അവിടെ വെച്ച് ഇത്തരത്തിൽ ഉയർന്നു വന്ന ഡെമോക്രാറ്റിക് സിസ്റ്റം തകരുകയും ചെയ്തു. ഓക്കെ, ജർമ്മനിയിലെ ഡെമോക്രാറ്റിക് സിസ്റ്റം ഉണ്ടെന്ന് പറയുമ്പോഴും ജർമ്മനിയിലെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന് ഉണ്ടായിരുന്ന ഫീച്ചേഴ്സ് ഫെഡറൽ സ്ട്രക്ചർ ആയിരുന്നു. ഫെഡറൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾക്ക് സെപ്പറേറ്റ് ഭരണാധികാരം നൽകുന്ന തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചറിനെയാണ് ഫെഡറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് മെയിൻ ആയിട്ടും ഈ സെക്ഷന്റെ അകത്ത് പറയുന്നത്. ബർത്ത് ഓഫ് വീമർ റിപ്പബ്ലിക് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ.
ഇത്ര മാത്രം ഓർത്തിരിക്കുക. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം വീമർ റിപ്പബ്ലിക് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അവിടുത്തെ ഭരണാധികാരി ഇല്ലാതായത് മൂലവും ജർമ്മനിയുടെ മേല് ഭരണാധികാരി ഇല്ലാതായ സാഹചര്യം മുതലെടുത്തുകൊണ്ട് വീമർ റിപ്പബ്ലിക്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് പാർട്ടി ജർമ്മനിയിൽ ഉടലെടുത്തു. എന്നാൽ ജനങ്ങൾക്ക് അതിൽ അസംതൃപ്തി ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഴ്സാലിസ് ട്രീറ്റി യുദ്ധത്തിന്റെ മൊത്തം ബാധ്യതയും ജർമ്മനിയുടെ തലയിൽ ഏൽപ്പിക്കുന്ന തരത്തിലുള്ള വേഴ്സാലിസ് ട്രീറ്റിയിലെ ഇത്തരത്തിലുള്ള ഡെമോക്രാറ്റിക് പാർട്ടി ഒപ്പുവെക്കുക അതിലേക്ക് നയിച്ചതിന് കാരണമാകുകയൊക്കെ ചെയ്തു. പോരാത്തതിന് കാരണമാവുകയൊക്കെ ചെയ്തു. പിന്നീട് പൊളിറ്റിക്കൽ ലെവലിലുണ്ടായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സോഷ്യലിസ്റ്റ് പാർട്ടിയും തമ്മിലുണ്ടായ പരസ്പര ആശയയുദ്ധങ്ങളൊക്കെ ജർമ്മനിയിലെ ആളുകളിൽ അസഹിഷ്ണുത ഉണ്ടാക്കി. പിന്നീട് ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത് 1929കളിൽ ഉണ്ടായ കടുത്ത ദാരിദ്ര്യവും ജർമ്മനിയിലെ ഹൈപ്പർ ഇൻഫ്ലേഷനും ഒക്കെയാണ് വീമർ റിപ്പബ്ലിക്കിന്റെ തകർച്ചയ്ക്ക് കാരണമായത്. ഓക്കെ, hope you all understand this session. If anyone had any doubt, please just ask me. എല്ലാവർക്കും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് വീമർ റിപ്പബ്ലിക് സെഷനാണ് വീമർ റിപ്പബ്ലിക്, ബർത്ത് ഓഫ് വീമർ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരും വളരെ ശ്രദ്ധയോടെ ക്ലാസ് കേൾക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതേ ഉള്ളൂ.